എന്താ നന്ദു, എന്തിനാ കരയുന്ന? എന്ത് ഷൂട്ട്? ഞാനിപ്പോ വീട്ടിലാ നിതീഷ് ചേട്ടാ. വീട്ടിലോ? അതെന്താ ഷൂട്ട് ക്യാൻസൽ ആയോ? നീ പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ പോലീസ് ഹോട്ടൽ റൂമിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പൊക്കിയ സംഭവമൊക്കെ എനിക്കറിയാം. നന്ദു, സ്റ്റോപ്പ് ക്രൈങ്. നീ ഇങ്ങനെ കരഞ്ഞാ എന്നെ നന്നായിട്ട് ബാധിക്കും. സഹിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ പറഞ്ഞിട്ടില്ലേ, സനു ആളൊരു പ്രത്യേക ടൈപ്പാ. ചില സമയത്ത് അവളുടെ പെരുമാറ്റം കണ്ട പ്രാന്താന്ന് വരെ തോന്നിപ്പോ. ഏട്ടത്തിന്റെ സ്വഭാവം എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ ചാൻസ് ആയിരുന്നു ഇത്. അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഏട്ടത്തിക്ക് എന്ത് കിട്ടാനാ? വിഷമിക്കണ്ട, അവളെ കാണുമ്പോ ഞാൻ ചോദിക്കുന്നുണ്ട്. നിതീഷ് ഏട്ടൻ ഇനി അത് ചോദിക്കാനും പറയാനൊന്നും പോവണ്ട. ഞാൻ കാരണം ഇനി നിങ്ങൾ തമ്മിലൊരു സനു ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അതെനിക്കൊരു പ്രശ്നേ അല്ല. നന്ദുവിനോട് അവൾ ചെയ്ത അന്യായം കണ്ടിട്ട് എനിക്ക് കണ്ടില്ലെന്ന് വെക്കാൻ കഴിയില്ല. നന്ദിത വിഷമിക്കണ്ട. ഈ ഒരു അവസരം പോയെങ്കിൽ പോട്ടെ. ഇതുപോലുള്ള 100 കണക്കിന് അവസരങ്ങൾ നന്ദിതയെ തേടിയെത്തും. ഇതെന്റെ വാക്കാ. എന്താ വിശ്വാസമില്ലേ? ഉണ്ട്. ഈ ലോകത്ത് മറ്റേ ആരുടെ വാക്കിനേക്കാളും കൂടുതലും. എനിക്ക് പരിചയമുള്ള പ്രൊഡ്യൂസർമാരോടൊക്കെ നന്ദുവിന്റെ കാര്യം ഞാൻ സംസാരിക്കാം. നിതീഷ് ചേട്ടൻ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. എന്റെ സങ്കടം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പറയാൻ പോലും എന്റെ ജീവിതത്തിൽ ഇപ്പോ ആരുമില്ല. എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല നന്ദു. എന്റെ വാക്കിന് അത്രയും വിലയുള്ളവരോട് മാത്രമേ ഞാനത് പറയൂ. നന്ദു വലിയ ഉയരങ്ങൾ കീഴടക്കുന്ന എനിക്ക് കാണണം. അതെനിക്ക് തരുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. താങ്ക്സ് നിതീഷ് ചേട്ടാ. എല്ലാത്തിനും എന്റെ കൂടെ നിന്നിരുന്ന അമ്മ ഇപ്പൊ എന്റെ കാര്യത്തിനൊന്നും ഒരു താല്പര്യം എടുക്കുന്നില്ല. എന്ത് കാര്യത്തിനും എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്ന സുമിതേച്ചി കല്യാണം കഴിഞ്ഞ് പോവുകയും ചെയ്തു. ശരിക്കും ജീവിതത്തിൽ ഞാനിപ്പോ വല്ലാത്ത ഒറ്റപ്പെട്ട അവസ്ഥയിലായിപ്പോയി നിതീഷ് ചേട്ടാ. നിതീഷ് ചേട്ടനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനുണ്ടാവും, എന്നും. എന്തിനും ഏതിനും നന്ദുവിന് എന്നെ വിശ്വസിക്കാം. എനിക്കതറിയാം നിതീഷ് ചേട്ടാ. ശരിയെന്നാ. സുമി, സുമി ഇന്ന് ഫ്രീ ആണോ? അതുകൊള്ള, ഞാനിവിടെ ഫുൾ ടൈം ഫ്രീ അല്ലേ. എനിക്കിവിടെ പ്രത്യേകിച്ച് എന്ത് ജോലി ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സുമി ഒന്ന് പോയി വേഗം റെഡിയാകും. നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. എവിടേക്ക്? അമ്പലത്തിലേക്കാ? അല്ല, അത് പിന്നെ നമുക്കൊരു ഡോക്ടറെ പോയി കണ്ടിട്ട് വരാം. അയ്യോ, എന്തു പറ്റി? എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ? പനിയുണ്ടോ? ഏയ്, അതല്ല സുമി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, അസുഖവും അസ്വസ്ഥതയൊക്കെ ശരീരത്തിന് മാത്രമല്ലല്ലോ വരുന്നത്. മാനസികമായി നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ സമ്മർദ്ദങ്ങളോ ഉണ്ടായാൽ അതിനും ഡോക്ടറെ കാണാമല്ലോ. ഗിരി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ചു പറ ഗിരി, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? സുമി, നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോവുക. ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടാതിരുന്നാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വളരും. തുടക്കത്തിൽ അതൊന്നും വലിയ ഗൗരവമുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ അതൊന്നും അങ്ങനെയല്ല സുമിത. രാവിലെ തന്നെ ഓഫീസിൽ പോലും പോകാതെ സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ മാത്രം എന്ത് പ്രശ്നമായിരിക്കും ഗിരിക്ക്? നമുക്കതൊന്നും സ്വയം മനസ്സിലാക്കാനോ തിരുത്താനോ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഒരു സൈക്കാട്രിസ്റ്റിന് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ആരംഭത്തിൽ തന്നെ പരിഹരിക്കാനും പറ്റും. പാവം ഗിരി, ജോലിയുടെ സ്ട്രെസ്സും സ്ട്രെയിനും തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനും മാത്രം നമുക്ക് പോവാം. ഭാഗ്യം. കാര്യം പറഞ്ഞപ്പോ അവൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ആദ്യത്തെ കടമ്പ കടന്നു.
ഗിരിയുടെ മാനസിക പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും അതൊക്കെ പരിഹരിക്കപ്പെടുന്ന കൂട്ടത്തില് എന്നോടുള്ള ഈ അകൽച്ചയും കൂടി ഒന്ന് മാറിയാൽ മതിയായിരുന്നു. സുമി, ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. എനിക്ക് ടെൻഷനൊന്നുമില്ല. കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ വരാം ഗിരി. ഞാൻ ഡോക്ടർ തരകന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് 10:30. എന്നാ സുമി പോയി വേറെ റെഡിയാകും. സ്വന്തം പ്രശ്നങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ ഗിരി തീരുമാനിച്ച സ്ഥിതിക്ക് ഈ ചികിത്സ കൊണ്ട് ഗിരി അടിമുടി മാറ്റിയെടുക്കണം. ഒരു ഭാര്യയുടെ സ്നേഹവും പരിചരണവും വേണ്ടുവോളം കൊടുത്ത് ഞാൻ ഗിരിയെ മാറ്റിയെടുക്കും. എക്സ്ക്യൂസ് മീ, ഡോക്ടർ തരകനെ ഒന്ന് കാണായിരുന്നു. സാർ അല്പം ബിസിയാണല്ലോ. അല്ലത് രാവിലെ ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു. എന്നൊന്ന് നോക്കട്ടെ. അപ്പോയിന്റ്മെന്റ് ആരുടെ പേരിലാണെന്നൊന്ന് പറയാമോ? ഗിരിധരൻ നമ്പ്യാരുടെ പേരിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടോ നോക്കൂ. ഗിരിധരൻ നമ്പ്യാർ 10:30 അപ്പോയിന്റ്മെന്റ്. ഒന്ന് വെയിറ്റ് ചെയ്യണം, ഡോക്ടറെ ഒന്ന് വിളിക്കും. ഓക്കെ. മാഡം സാറിനെ വിളിച്ചിട്ട് അവിടെ ചെന്നിരുന്നോളൂ. ശരി ഗിരി, വരൂ, നമുക്ക് അവിടെ ചെന്നിരിക്കാം. സമയമാകുമ്പോൾ അവർ വിളിച്ചോളൂ. പാവം, എന്നാലും ഗിരിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ. ഇത് ചോറ്റാനിക്കരമ്മേ. അത് പിന്നെ ഇടയ്ക്കൊക്കെ ചില കാര്യങ്ങളിൽ എനിക്ക് തോന്നിയിരുന്നു. അത് സത്യ.
ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അത് പിന്നെ ഞാൻ കരുതി ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരുമ്പോഴേ ചിലപ്പോ ചിലർക്ക് ഇങ്ങനെ ഞാനിങ്ങനെ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. ആ പാവം സുമി ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടാൻ വയ്യാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയാനൊരു ചമ്മല് കാണുമല്ലോ. മിസ്റ്റർ ഗിരിധർ നമ്പ്യാർ. ആ ഏയ് വേണ്ട സുമി, സുമി ഇവിടെ ഇരുന്നോളൂ. ഞാൻ ആദ്യം പോയി ഒന്ന് ഡോക്ടറോട് സംസാരിക്കട്ടെ, പിന്നെ സുമി വന്നാൽ മതി. ഗിരി ഒന്നും പേടിക്കണ്ട. ഡോക്ടർ ചോദിക്കാനെല്ലാം തുറന്നു തന്നെ മറുപടി പറഞ്ഞോളൂ. ഒക്കെ നമ്മുടെ ജീവിതം നന്നാവാൻ വേണ്ടിയല്ലേ, അത് മാത്രം ഓർത്താ മതി. May I come, sir? യെസ്, വരണം. ഇരിക്കൂ ഇരിക്കൂ. ആ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആക്ച്വലി ഡോക്ടർ, പ്രശ്നം എന്താന്ന് വെച്ചാൽ കുറച്ചു കാലമായിട്ട് എൻ്റെ കുറച്ചു കാലമായെന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര കാലമായി കാണും? ഒരു 1-2 ആഴ്ചയായിട്ട്. ആ, അത്രേ ഉള്ളോ? ശരി, എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞില്ലല്ലോ. പറയാം ഡോക്ടർ. അതെ, അസാധാരണമായ ഒരു പെരുമാറ്റം എന്ന് വെച്ചാ സാധാരണ പോലെ അല്ലാതെ. ഇപ്പൊ എങ്ങനെയാ അത് പറയാ? പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാവരും നിങ്ങളോട് അസാധാരണമായി പെരുമാറുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ചുറ്റും നടക്കുന്നതെല്ലാം പതിവില്ലാത്ത കാര്യങ്ങളാണെന്ന് തോന്നൽ, അതാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ? അയ്യോ ഡോക്ടറെ, പ്രശ്നം എനിക്കല്ല. ഞാൻ ഡോക്ടറോട് ഫോണിൽ സൂചിപ്പിച്ചില്ലേ, പ്രശ്നം എന്റെ വൈഫിനാണ്. ഞാൻ പറഞ്ഞതെല്ലാം പുള്ളിക്കാരിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങളാ. ഓ, ഐ സി. ഇപ്പൊ ഓർമ്മ വന്നു. പേഷ്യന്റ് പുറത്തുണ്ട് ഡോക്ടർ. ആ സുമി, എന്തു പറ്റി രാവിലെ തന്നെ? രാവിലെ തന്നെ എന്നെയും വിളിച്ചുകൊണ്ട് ഗിരി ഒരിടം വരെ വന്നിരിക്കുക. ആഹാ, അമ്പലത്തിലേക്കായിരിക്കും. ദേ, ഇനിയെങ്കിലും ഗിരിക്ക് നിന്നോട് സ്നേഹമില്ല എന്നുള്ള പരാതി നിർത്തിക്കൊള്ളണം. അല്ല എന്റെ സ്നേഹേ, ഗിരി വന്നിരിക്കുന്നത് ഒരു മനോരോഗ വിദഗ്ധനെ കാണാനായിട്ടാ. ആരെ കാണാൻ? ഒരു സൈക്യാട്രിക് ക്ലിനിക്കിലാണ് ഞങ്ങളിപ്പോ ഉള്ളത്. ഡോക്ടർ തരകൻസ് മെന്റൽ ഹെൽത്ത് സെന്റർ. ഗിരിക്ക് എന്താ ഇപ്പൊ സൈക്യാട്രിസ്റ്റിനെ കാണേണ്ട ആവശ്യം? അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ആ, ചിലപ്പോ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആവാൻ വല്ല കൗൺസിലിങ്ങിനോ മറ്റോ. ഏയ്, അതൊന്നും അല്ല. ഗിരിയുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതാ കാര്യം. ഏത് നേരവും ജോലി എന്ന് മാത്രമല്ലേ വിചാരമുള്ളൂ. ഞാനെന്നാ അക്കുനോട് അങ്ങോട്ട് വരാൻ പറയട്ടെ? വേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ സ്നേഹ. വെറുതെ എന്തിനാ ആകാശിനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഒരു കാര്യത്തില് നീ ഇപ്പൊ ശരിക്കും സന്തോഷിക്കുക വേണ്ടേ. ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോ അവൻ കൂടെ കൂട്ടിയത് നിന്നെ തന്നെയല്ലേ. അത് മനസ്സിന്റെ അടുപ്പം കൊണ്ട് തന്നെയാ. എന്തായാലും ഡോക്ടറെ കണ്ടു കഴിഞ്ഞ ശേഷം നീ വിളിക്കട്ടോ. ശരി. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അസാധാരണമായി പെരുമാറിയെന്ന് തോന്നിയത്? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ലേ ഡോക്ടർ? ട്രീറ്റ്മെന്റ് എടുത്താൽ ശരിയാവില്ലേ? ഞാൻ പേഷ്യന്റിനോട് കൂടി സംസാരിക്കട്ടെ, അത് കഴിഞ്ഞ് എനിക്കെന്തെങ്കിലും പറയാൻ പറ്റും. നേഴ്സ് സുമിതയെ കൊണ്ട് വിളിക്കാം. ശരി ഡോക്ടർ. നിങ്ങൾ കുറച്ചുപേരൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ. ശരി ഡോക്ടർ. മാഡം, ഡോക്ടർ വിളിക്കുന്നു. എന്താ ഗിരി, ഡോക്ടറോടെല്ലാം പറഞ്ഞോ? സുമിയോടും കൂടെ സംസാരിക്കാതെ എങ്ങനെയാ ഡോക്ടർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ചെന്നോളൂ, ഒന്നും മറച്ചു വെക്കാതെ കാര്യങ്ങളെല്ലാം സംസാരിക്കും ഡോക്ടറോട്. മേ ഐ കം ഇൻ ഡോക്ടർ? വരണം. ഇരിക്കണം. താങ്ക് യു.
എങ്ങനെയുണ്ട് വിവാഹ ജീവിതം? കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. കുഴപ്പമില്ല എന്ന് പറഞ്ഞ അത്ര നന്നല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ചെന്നോളൂ, ഒന്നും മറച്ചു വയ്ക്കാതെ കാര്യങ്ങളെല്ലാം സംസാരിക്കും ഡോക്ടറോട്. വേറെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കിടയിലില്ല. പക്ഷേ ഗിരിയുടെ മനസ്സിൽ ഒരു ദാമ്പത്യ ജീവിതത്തിന് വലിയ പ്രാധാന്യമുള്ളതായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഏതു നേരവും വർക്കും അതിന്റെ പ്രഷറും ഒക്കെയാണ്. ആദ്യം പരിചയപ്പെട്ട നാളു മുതലേ ഈ സ്വഭാവത്തിലെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും അതെല്ലാം അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. യാതൊരു മാറ്റവും ഇല്ല. ഓക്കേ. ഇപ്പൊ എന്തോ സ്വയം തിരിച്ചറിവുണ്ടായ പോലെയാ ഈ കൺസൾട്ടേഷൻ ഇങ്ങോട്ട് പോകുന്നത്. ഡോക്ടറെ, പ്രശ്നം എനിക്കല്ല. ഞാൻ ഡോക്ടറോട് ഫോണിൽ സൂചിപ്പിച്ചില്ലേ, പ്രശ്നം എന്റെ വൈഫിനാണ്. അല്ല, ഹസ്ബൻഡിന്റെ സ്വഭാവത്തിന് എന്തോ പ്രത്യേകതകളുണ്ടെന്നല്ലേ നിങ്ങൾ സൂചിപ്പിച്ചത്? അതെന്താണെന്ന് വിശദമായിട്ട് പറയാമോ? വൃത്തിക്കാര്യങ്ങളിലൊക്കെ അല്പം കണിശക്കാരനാ. പിന്നെ സ്വന്തം ചിട്ടകളും രീതികളൊക്കെ അദ്ദേഹത്തിന് വളരെ പ്രധാനമാണ്. ഇതൊക്കെ സാധാരണ മനുഷ്യർക്കുള്ള സ്വഭാവമല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. എന്താ ഡോക്ടർ, ആക്ച്വലി എന്താ ഗിരിയുടെ പ്രശ്നം? സാറിന് വരാം. വരൂ, ഇരിക്കൂ. മനസ്സെന്ന് പറയുന്നത് വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രതിഭാസമാണ്. നമ്മൾ കരുതുന്നതും കാണുന്നതുമെല്ലാം എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമ്മുടെയൊക്കെ തോട്ട് പ്രോസസ്സുകൾ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് മനുഷ്യന്റെ മനസ്സിനുണ്ട്. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ട്രീറ്റ്മെന്റോ കൗൺസിലിങ്ങോ ഒക്കെ കൊണ്ട് മാറാവുന്നതല്ലേ ഉള്ളൂ. മാറും, മാറായികയൊന്നുമില്ല. പക്ഷേ പ്രശ്നം ആർക്കാണെന്നും എന്താണെന്നും സ്വയം തിരിച്ചറിവ് ഉണ്ടാകുകയാണ് വേണ്ടത്. അതിനുശേഷമേ നമുക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കാനാവൂ. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ നേരെ വിപരീതമായിരിക്കും കാര്യങ്ങൾ. ഞാൻ പറയുന്നത് ഗിരിധറിന് മനസ്സിലാവുന്നുണ്ടോ? മിസ്റ്റർ ഗിരിധർ, നിങ്ങൾ കരുതുന്ന പോലെ ഒരു കുഴപ്പവും നിങ്ങളുടെ ഭാര്യയ്ക്കില്ല. എനിക്കോ? എനിക്കെന്ത് പ്രശ്നം? അല്ല, അത് കുറച്ചു ദിവസമായിട്ട് സുമിതയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് സുമി സമ്മതിച്ചാണല്ലോ. ഞാൻ എന്ത് സംഭവിച്ചെന്ന് ഗിരി എന്തൊക്കെയാ പറയുന്നേ? അല്ല സുമി, ഞാൻ കുറച്ചു ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അയ്യോ, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊരു സാധാരണ കാര്യം. അപ്പൊ എന്നെ ചികിത്സിക്കാനാണോ നമ്മളിവിടെ വന്നത്? വൈഫിന്റെ ഭാഗത്തുണ്ടായതെന്ന് നിങ്ങൾ പറഞ്ഞ പെരുമാറ്റവും പ്രവൃത്തികളൊന്നും ഒരു മാനസിക അസ്വാസ്ഥ്യത്തിന്റെ ലക്ഷണങ്ങളല്ല. നോ ഡോക്ടർ, ഞാൻ പറഞ്ഞത് ഒരാളുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് വരുന്ന ചില മാറ്റങ്ങൾ. ഓരോ മനുഷ്യരും ഓരോ രീതിയിലല്ലേ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതിൽ കൂടുതലൊന്നും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ സുമിത, സുമിത, എന്തായി കാണിക്കുന്നത്? നിക്ക്, ഞാൻ പറയട്ടെ. പോൻ ചേട്ടാ.